മൂന്ന് കുരുന്നുകളുടെ ജീവൻ രക്ഷിക്കാനായി ബ്ലഡ് സ്റ്റെം സെൽ ദാതാക്കളെ തേടി കോട്ടയത്ത് ഒരു കുടുംബം. ജനിതക രക്തരോഗമായ ബീറ്റ തലസീമിയ ബാധിച്ച സഹോദരങ്ങളായ ഫൈസി, ഫൈഹ, ഫൈസ് എന്നിവരാണ് അതിജീവനത്തിനായുള്ള പോരാട്ടത്തിൽ സുമനസുകളുടെ സഹായം തേടുന്നത്. അടിയന്തരമായി മൂലകോശ ദാതാക്കളെ ലഭിച്ചില്ലെങ്കിൽ കുട്ടികളുടെ ജീവൻ പോലും അപകടത്തിലാകും. കോട്ടയം സ്വദേശികളായ മുബാറക്കിന്റെയും സൈബുന്നീസയുടെയും മക്കൾക്കാണ് അപൂർവ ജനിതക രോഗം ബാധിച്ചിരിക്കുന്നത്. 6ാം ക്ലാസ്സുകാരനായ ഫൈസിക്ക് 3 മാസം പ്രായമുള്ളപ്പോഴാണ് രോഗം കണ്ടെത്തുന്നത്. 4ാം ക്ലാസ്സുകാരിയായ ഫൈഹയുടെയും 4.5 വയസ്സുകാരൻ ഫൈസിന്റെയും രോഗം ചെറുപ്രായത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു. മൂലകോശദാതാവിന്റെയും കുട്ടികളുടെയും HLA തമ്മിൽ പൊരുത്തപ്പെടണം. 10 ലക്ഷം പേരെ പരിശോധിക്കുമ്പോഴാണ് ഒരു ഡോണറിനെ ലഭിക്കുന്നത്. അതിനാൽ തന്നെ ദാതാവിനെ കണ്ടെത്തുക എന്നതാണ് വലിയ വെല്ലുവിളി. ഡോക്ടർമാര് പറയുന്നത് നിലവിലിപ്പോ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അതാണ് പറയുന്നത്. പക്ഷെ അതിനൊരു ശാശ്വത പരിഹാരമല്ല. ഇങ്ങനെ പോകും തോറും അവരുടെ ശരീരത്തിലെ മറ്റുള്ള അവയവങ്ങൾക്ക് അത് പല രീതിയിൽ ബാധകം വരും. ഒരു 10-25 വയസ്സ് വരെയുള്ള ആയുസ് അവർക്ക് അതിൽ കാണത്തുള്ളൂ. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ മജ്ജ മാറ്റി വെക്കണം, അതേ ഉള്ളൂ നോർമൽ രീതിയിലോട്ട് വരാനൊരു മാർഗം. അതിനു വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്കൊരു ഡോണറെയാണ് മെയിനായിട്ട് വേണ്ടത്. തിരുവല്ല ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിലാണ് കുട്ടികളുടെ ചികിത്സ ഇപ്പോൾ നടക്കുന്നത്. ആരോഗ്യവാനായ ആർക്കും മൂലകോശം ദാനം ചെയ്യാം. എന്നാൽ മൂലകോശം ദാനം ചെയ്യുന്നതിനുള്ള ചില തെറ്റിദ്ധാരണകളാണ് ചികിത്സയ്ക്കുള്ള പ്രതിസന്ധി. ബോൺ മാരോ ഡോണറിന് ബോൺ മാരോ ടെസ്റ്റോ ബോൺ മാരോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടിയത് മൂലകോശമാണ്. ആ മൂലകോശം എടുക്കാനുള്ള മാർഗം നിലവില് ബ്ലഡ് സാമ്പിൾ ഇല്ലെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന കൂട്ടുള്ള വഴിയാണ്. നമ്മളൊരു സൂചി വെച്ച് ബ്ലഡ് എടുക്കുന്ന കൂട്ട് ഒരു ബാഗിലോട്ട് ബ്ലഡ് കളക്ട് ചെയ്യുന്നു. ആ ബ്ലഡിനകത്ത് ഓൾറെഡി സ്റ്റെം സെൽ ഉണ്ട്. ആ സ്റ്റെം സെല്ലാണ് നമ്മളൊരു പേഷ്യന്റിന് കൊടുക്കുന്നത്. മൂലകോശദാതാവിനെ കണ്ടെത്താൻ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ സന്നദ്ധ സംഘടനയായ DKMMSുമായി ചേർന്ന് ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരികയാണ്. കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനായി സുമനസുകൾക്കും പങ്കാളികളാകാം. അതിനായി സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറുമായോ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് 18 പത്തനംതിട്ട.